ആദിത്യനാഥ് മലപ്പുറത്ത് ബി.ജെ.പിയുടെ അടിത്തറ തോണ്ടുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ ജെ.ആർ. പത്മകുമാർ, മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. അങ്ങേക്ക് നേരത്തെ നടന്ന ചർച്ചയിൽ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു, അതിലേക്ക് വരാം. ഇന്ന് യെച്ചൂരി പറയുകയായിരുന്നു RSS എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരുന്നത് എന്ന്. ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നില്ല UP-യിൽ. അതിനുശേഷം വലിയ വിജയം നിങ്ങൾക്ക് കിട്ടുന്നു. പിന്നെ RSS പറഞ്ഞിരിക്കുന്നയാളെ മുഖ്യമന്ത്രിയാക്കുന്നു. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും നടന്നത് എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഹരിയാനയിലും നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ മുഖം കാട്ടി വോട്ട് പിടിച്ചതിന് ശേഷം, ജയമുറപ്പിച്ചതിന് ശേഷം RSS അതിൻ്റെ പ്രതിനിധിയെ നിയോഗിക്കുന്നു. അതിൻ്റെ ദുരിതങ്ങൾ UP-യിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഈ മുഖവുമായാണ് നിങ്ങൾ മലപ്പുറത്തേക്ക് പോകുന്നതെങ്കിൽ മറുപടി കർക്കശമാകില്ല. ഇതാണ് ഇവരുടെ ഒരു വളരെ ബോധപൂർവമായ കള്ളം പ്രശ്നം. ഇപ്പോൾ ആദിത്യനാഥ് 5 തവണയായിട്ട് MP ആണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹം അത്ര മോശക്കാരനാണെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് അവിടെ നിന്ന് ജയിക്കുന്നത്? എങ്ങനെയാണ് ജയിക്കുന്നത്? അപ്പോൾ ആ രീതിയിൽ അവിടെ എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നു. അവിടെ എന്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? ഇല്ലീഗലായിട്ടുള്ള AB വാജ്പേയി ലക്നൌവിൽ തോറ്റിട്ടുണ്ട്. മോശക്കാരനായതുകൊണ്ടാണോ തോറ്റത്? തോറ്റതല്ലല്ലോ. ആദിത്യനാഥ് ജയിച്ചത് മോശക്കാരനായിട്ടാണ് എങ്കിൽ ലക്നൌവിൽ വാജ്പേയി തോറ്റത് മോശക്കാരനായതുകൊണ്ടാണോ? അപ്പൊ ജയത്തെയും തോൽവിയും അങ്ങനെ വ്യക്തിനിഷ്ഠമായിട്ടല്ല കാണുന്നത്. RSSനും BJP-യുമായിട്ടുള്ള ബന്ധം അറിയാത്തവരാണോ? എത്ര കാലം BJP ഉണ്ടായതിന്റെ അന്ന് മുതൽ, BJP ഉണ്ടായ ചരിത്രം തന്നെ അറിയാമല്ലോ. RSSുമായി ബന്ധം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് RSSുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സംഘടനയാണ്. അതറിയാത്ത ആളുകളല്ല ഇന്ത്യയിലെ ആളുകൾ. എത്ര കാലമായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം CPI-യും എല്ലാം പ്രചരിപ്പിക്കുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ആരെങ്കിലും വോട്ട് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് പോലെ മറച്ചു വെച്ചിട്ട് ആളുകളെ സ്വതന്ത്രം എന്നൊക്കെ പറഞ്ഞ് മറച്ചു വെച്ചിട്ട് CPM അജണ്ട നടപ്പിലാക്കുകയല്ലോ. ഞങ്ങൾക്ക് RSSുമായി ബന്ധമുണ്ട്, അതിൽ അഭിമാനത്തോടു കൂടി തന്നെ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ നേരിടുന്നത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ UP-യിലുണ്ടായ സംഭവം, ഇവിടെ വലിയ വിഷയങ്ങളുണ്ടാവും. UP-യിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവുശാലകൾ നിർത്തലാക്കണം എന്ന് ഞങ്ങളുടെ ഈ പ്രകടന പത്രിക പറഞ്ഞു. പോലീസ് തന്നെ ചെയ്തിട്ടില്ല. സമാന്തര സേന ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് പിറ്റേ ദിവസം മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകുന്നത് പോസ്റ്റ് ഒട്ടിച്ച SP കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മദ്രാസുകളുടെ മണ്ടയിൽ കയറി കാവിക്കൊടി കെട്ടാൻ ശ്രമിച്ചിട്ടുള്ള മറ്റു പാർട്ടിക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശക്തമായ നിലപാട് പറ്റുമ്പോൾ ഇവിടെ അരാജകത്വം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നത് അത് വർഗീയതകളെ ഉണ്ടാകും എന്ന് വരുത്തി തീർക്കേണ്ടത് CPM-ന്റെ ചില സംഘടനകളെയും ചില ഈ ദാദ്രിയിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴും അവിടെ എന്താ സംഭവിച്ചത്? മൊറാദാബാദിൽ 82% അംഗീകരിക്കുകയാണ്. അതായത് മോശക്കാരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനുള്ള തന്ത്രമാണ് ഈ വർഗീയത. 82% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് അവർ ഈ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവിടുത്തെ മുസ്ലിങ്ങൾ ചിന്തിക്കണം ആയിരുന്നുവെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് താല്പര്യമുള്ള ആൾ എത്ര സ്ഥാനാർത്ഥി ഞങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തണ്ട, മുസ്ലിം സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാത്തടത്തോളം കാലം അവിടെയുള്ള മുസ്ലിങ്ങൾ നിങ്ങൾ പറയുന്ന ഈ വർഗീയം സ്വീകരിക്കുന്നില്ല. അവർ പോസിറ്റീവായി ചർച്ച ചെയ്തു, അതനുസരിച്ച് വോട്ട് ചെയ്തു. ഇനിയിപ്പോ ഈ സദാം ഹുസൈൻ മുമ്പ് ചർച്ച ചെയ്തതുപോലെ തന്നെ ഇപ്പോ അവിടുത്തെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യും. വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന ഒരു ഇത് ജനാധിപത്യപരമേ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മജോറിറ്റി മാത്രം തീരുമാനിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. മൈനോറിറ്റിയുടെ വികാരങ്ങളെ സാംശീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജനാധിപത്യത്തിൽ നിന്ന് നിലനിൽക്കാൻ കഴിയില്ല. ആ ജനാധിപത്യം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് മുഴുവൻ അതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് CM കാൻഡിഡേറ്റിനെ തീരുമാനിക്കാത്തതിനെ പല സമയത്ത് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇവർ CM കാൻഡിഡേറ്റിനെ തീരുമാനിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു. അതിന് ശേഷം തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇത് ഒരു ഏകാധിപത്യം. അതുകൊണ്ടാണ് ഞാൻ ആധാറിനെ ഇത്ര ശക്തമായി എതിർക്കുന്നത്. എല്ലാം ഒരു സർവൈലൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് ഡിമോണിറ്റൈസേഷനിലുണ്ട്, ആധാറിലുണ്ട്, എല്ലാ നയങ്ങൾക്കും ഉള്ള ഒരു യൂണിഫോം സ്വഭാവം. നമ്മൾ നേരത്തെ നയത്തെക്കുറിച്ച് പറഞ്ഞു. ഈ BJP സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയം എന്ന് പറയുന്നത് ഈ അതോറിറ്റേറിയൻ സർക്കാർ ഏകാധിപത്യ പ്രവണത കൊണ്ടുവന്നിട്ട് എല്ലാറ്റിനെയും സർവൈലൻസിൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ളതാണ്. ഇതിനെ അവസാനം ഇവരെല്ലാം എതിർക്കേണ്ടി വരും. അപ്പോൾ ഇവർക്കും സംസാരിക്കാൻ അവസരമില്ലാതെയാവും. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകാൻ. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് മലപ്പുറത്ത് മതന്യൂനപക്ഷത്തിന്റെ കാവൽക്കാരനാകുക മുസ്ലിം ലീഗോ CPM-ഓ? ഇടവേളയ്ക്ക് ശേഷം.